മോഹൻ വർഗീസ് നയതന്ത്ര വിദഗ്ധൻ നമുക്കൊപ്പമുണ്ട്, വിദേശകാര്യ വിദഗ്ധൻ. സർ, ഈ വിഷയത്തിൽ ഇന്ത്യ തേടുന്നത് പുതിയ വിപണിയാണ്. അമേരിക്കയുടെ തീരുവ പ്രതിസന്ധിയെ മറികടക്കാൻ ഇന്ത്യ വലിയ സാധ്യതകൾ നേടുന്നുണ്ട്. ഒരുപക്ഷെ തുടക്കത്തിലെ വെല്ലുവിളികൾ ഉണ്ടെങ്കിൽ കൂടിയും ഒരുപക്ഷെ അത് സാധ്യമായാൽ പുതിയ വലിയ ലോകമാണ് രാജ്യത്തിന് മുന്നിൽ തുറക്കുക എന്ന പ്രതീക്ഷയുണ്ട്. തൊട്ട അയൽ രാജ്യമായ ചൈനയുമായി നമ്മൾ നടത്താൻ പോകുന്ന ഈ നീക്കങ്ങളുടെ പ്രസക്തി എത്രമാത്രമാണ്? ഒരുപക്ഷെ ഈ ചർച്ചയിൽ ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ വിഷയമായിട്ടുണ്ടാവുക ഏതൊക്കെ തന്ത്രപ്രധാനമായ വിഷയങ്ങളായിരിക്കാം? തീർച്ചയായും അമേരിക്കയിൽ നഷ്ടപ്പെടുന്ന വിപണി ഇന്ത്യക്ക് മറ്റ് രാജ്യങ്ങളിലൂടെ, ചൈന മാത്രമല്ല മറ്റ് പുതിയ വിപണികളിലൂടെ ആ നഷ്ടം തിരിച്ചെടുക്കണം എന്ന ഒരു ചിന്ത ഉണ്ടാവും. തീർച്ചയായും ആ ഒരു ചിന്ത തന്നെ ആയിരിക്കണം നരേന്ദ്രമോദി ഷീ ജിൻപിങ് ചർച്ചയിൽ നിഴലിച്ചു നിൽക്കുക. പക്ഷെ അതോടൊപ്പം തന്നെ ഇപ്പൊ വ്യാപാര ചർച്ചയുടെ പശ്ചാത്തലത്തിലാണ് ഈ സന്ദർശനം ഉള്ളതെങ്കിൽ പോലും യഥാർത്ഥത്തിൽ കുറച്ചുകൂടി തന്ത്രപരമായ കാര്യങ്ങളിലെ തീരുമാനമായിരിക്കണം കൂടുതൽ പ്രധാനം. ഇവിടെ എല്ലാവരുടെയും മനസ്സിൽ ട്രംപുമായി ഉള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ ഇരട്ട തീരുവ സംബന്ധിച്ച പ്രശ്നം, അത് പരിഹരിക്കുന്നതിന് ഇന്ത്യ പുതിയ വിപണികൾ തേടുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ഈ ഘട്ടത്തിൽ ഇന്ത്യക്ക് ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യാനാവുന്ന ഇനങ്ങളുടെ കാര്യത്തിൽ വളരെയധികം പരിമിതികളുണ്ട്. കാരണം യഥാർത്ഥത്തിൽ ഇന്ത്യയും ചൈനയും കോമ്പറ്റീറ്റേഴ്സ് തന്നെയാണ്. യഥാർത്ഥത്തിൽ കോംപ്ലിമെന്ററി അല്ല, ദേ ആർ കോമ്പറ്റീറ്റേഴ്സ്. സ്വാഭാവികമായി ചൈനയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊന്നും തന്നെ കാര്യമായി കയറ്റുമതി ചെയ്യാൻ ഇന്ത്യക്ക് ആവില്ല. അത് മാത്രമല്ല, ഇപ്പോൾ നിലവിൽ അടവശിഷ്ട നില ചൈനയ്ക്ക് അനുകൂലമാണ്. വലിയ രീതിയിലുള്ള ട്രേഡ് സർപ്ലസ് ആണ് ചൈനയ്ക്കുള്ളത് ഇന്ത്യയുമായി. അത് കുറച്ചു കൊണ്ടുവരാൻ ഇന്ത്യ പരമാവധി ശ്രമിക്കും. അത് ശ്രമിക്കുമ്പോൾ തീർച്ചയായും ചൈനയുടെ ഭാഗത്തു നിന്ന് പ്രൊട്ടക്ഷൻസ് പോളിസി ഒന്നും ഉണ്ടായില്ല എങ്കിൽ പോലും അതിനുള്ള പ്രതിബന്ധങ്ങൾ ഉണ്ടാകും. കാരണം ചൈനയും പൂർണ്ണമായും കച്ചവടത്തിൽ അധിഷ്ഠിതമായി തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ദേശീയ താല്പര്യം, ചൈനയുടെ ദേശീയ താല്പര്യം ബലി കഴിച്ചുകൊണ്ട് ഇന്ത്യയെ ബെയിൽ ഔട്ട് ചെയ്യാനായി ചൈന തയ്യാറാകുമെന്ന് കരുതാനുമാവില്ല. ഇവിടെയാണ് പുതിയ മേഖലകൾ കണ്ടെത്താനുള്ളത്. അത് ആദ്യം ചെയ്യേണ്ടത് അതിർത്തി സംബന്ധമായ തർക്കങ്ങളിൽ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവുക എന്നതാണ്. ചുരങ്ങൾ, 3 ചുരങ്ങളിലൂടെ, നാഥുല ചുരം ഉൾപ്പെടെയുള്ള 3 ചുരങ്ങളിലൂടെ കഴിഞ്ഞയാഴ്ച വ്യാപാരം ചെറിയ തോതിൽ തുടങ്ങിയതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. അത് കൂടുതൽ വർദ്ധിപ്പിക്കുക, ഏത് രീതിയിലാണ് വർദ്ധിപ്പിക്കാനുള്ളത് എന്ന് ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ തീരുമാനിക്കേണ്ടതാണ്. ഉന്നതതല ചർച്ച, ഷീ ജിൻപിങ് മോദി ചർച്ചയ്ക്ക് മുന്നോടിയായി തീർച്ചയായും ആ ഗ്രൗണ്ട് വർക്ക് ഒരുക്കേണ്ടതുണ്ട്. ഇത്ര ധൃതിയിൽ തീർച്ചയായും അത് നടക്കില്ല. മറ്റൊരു ഉച്ചകോടി അധികം വൈകാതെ തന്നെ, ഒരു വിശാലമായ ഉച്ചകോടി, ട്രേഡ് കാര്യങ്ങൾ സംസാരിക്കാനായി ഒരു ഉച്ചകോടി ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. പക്ഷെ എല്ലാ കണ്ണുകളും ഒരുപക്ഷെ ഈ ഡിസംബർ മാസത്തിലെ പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിൽ ആണ് ഉടക്കി നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ പുടിൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് മോദി ത്രികക്ഷി ചർച്ച ഒരുപക്ഷെ ഇന്നും നാളെയുമായി നടന്നേക്കാം. അതിൽ ഉരുത്തിരിയുന്ന ആശയങ്ങൾ അടുത്ത റൗണ്ടിലേക്ക് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുകൊണ്ട് ഉഭയകക്ഷി ചർച്ച എന്നതിനേക്കാൾ കൂടുതൽ അമേരിക്ക എന്ന പൊതു ശത്രുവിനെ, പൊതു വിപത്തിനെ നേരിടാനായി ഒരു വിശാലമായ അർത്ഥത്തിൽ ഒരു ബ്രിക്സ് കൂട്ടായ്മയുടെ വലിയ ഒരു ഉദ്ദീപനം ഒരു പക്ഷേ പൈപ്പ് ലൈനിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഉഭയകക്ഷി ചർച്ചകളായിരിക്കാം ഇപ്രാവശ്യം. അത് ടു പ്രിമച്യൂർ ആണെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം അതിനുള്ള ഗൈഡ് ലൈൻസ് ഇല്ല, അതിനുള്ള ടൈം ഫ്രെയിം വെച്ചിട്ടില്ല. അതുകൊണ്ട് അത്രയും തിടുക്കത്തിൽ ഉഭയകക്ഷി ചർച്ചകളിൽ തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. കാരണം ജപ്പാനുമായി ധാരണയുണ്ടായി എന്ന് പറയുന്നത് നേരത്തെ തന്നെ നിശ്ചയിച്ചുറപ്പിച്ചൊരു കാര്യമാണ്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ മീറ്റിംഗിൽ സൈഡ് ലൈനിൽ വെച്ചുകൊണ്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ, ഷീ ജിൻപിങ്ങും മോദിയും തമ്മിൽ സംസാരിക്കുന്നത് എന്നുകൂടി ഓർക്കണം. അതുകൊണ്ട് വ്യാപാര സെക്രട്ടറി തലത്തിൽ നടക്കുന്ന ചർച്ചകളുടെ പരിസമാപ്തി മാത്രമാണ് അന്തിമമായ ദേശീയ നേതാക്കൾ തമ്മിലുള്ള ഒപ്പുവയ്ക്കൽ. അതുകൊണ്ടാണ് വലിയ രീതിയിലുള്ള വ്യാപാര കരാറുകൾ ഒന്നും തന്നെയില്ല. പക്ഷെ ചില സൂചനകൾ, വലിയ രീതിയിലുള്ള ചൈനീസ് നിക്ഷേപം ഇന്ത്യയിൽ വരുന്നു. മുൻപ് നിക്ഷേപത്തിന് ഒരു സീലിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സീലിംഗ് ഒരുപക്ഷെ എടുത്തു മാറ്റുകയും, ഒരുപക്ഷെ 25% എന്ന സീലിംഗ് എടുത്തു മാറ്റുകയും 50% ചൈനീസ് നിക്ഷേപം പല മേഖലകളിലും അനുവദിക്കാനുള്ള തന്ത്രപരമായ തീരുമാനം ഒരുപക്ഷെ നയപരമായി ഇന്ത്യ കൈക്കൊള്ളാൻ സാധ്യത തള്ളിക്കളയാനാവില്ല. ആ രീതിയിലേക്കാണ് ചർച്ചകൾ ഫോക്കസ് ചെയ്യുന്നതെന്നാണ് എന്റെ ഒരു ചിന്ത. വളരെ നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്. എന്തായാലും ഈ വിഷയത്തിൽ രാജ്യം തന്ത്രപ്രധാനമായ ചില നീക്കങ്ങളാണ് ഒരുങ്ങുന്നത്. ഇന്ത്യ, റഷ്യ, ചൈന ഉൾപ്പെടുന്ന ഒരു ത്രികക്ഷി സാധ്യതകൾ, അത് അമേരിക്കയ്ക്ക് ബദലായ പുതിയ ലോകക്രമം സൃഷ്ടിക്കുമോ എന്നതാണ് കാത്തിരിക്കേണ്ടത്. പക്ഷേ അതിന് വെല്ലുവിളികൾ, കടമ്പകൾ നിരവധിയുണ്ട്. അതിലേക്ക് തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.